എല്ലാവർക്കും നമസ്കാരം. ചോറിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടാണ്. 10 മിനിറ്റ് കൊണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ഇടാം. ആദ്യം പരിപ്പൊന്ന് കഴുകിയെടുക്കാം. പരിപ്പ് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 വെളുത്തുള്ളി അല്ലി ഇടാം. കുറച്ച് ചെറുതായി മുറിക്കാം. അതേപോലെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കീറിയിടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്ത ശേഷം വേവിച്ചെടുക്കാം. 3 വിസിൽ വെക്കേണ്ടി വരും. പരിപ്പ് നന്നായി വെന്തുടയണം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചെടുക്കാം. ഇത്രയും മതി. ഇതിലേക്ക് താളിച്ചിടാം. പാനിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ സവാളയും കറിവേപ്പിലയും ചേർക്കാം. സവാള ചെറുതായി ചുവക്കുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ചുവന്നമുളക് കൂടി ഇടാം. ചെറുതായി ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വെച്ച പരിപ്പ് കൂടി ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം. പത്ത് സെക്കൻഡ് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായി മുറിച്ച് മല്ലിയില ചേർക്കാം. ഇനി ഈ കറിയുടെ പ്രധാന ചേരുവയായ തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. 1/2 കപ്പ് തേങ്ങയിൽ നിന്ന് എടുത്ത പാലാണിത്. അത്യാവശ്യം കട്ടിയുള്ള പാലായിരിക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചോറിന് മാത്രമല്ല, ചപ്പാത്തി, വെള്ളപ്പം, ദോശ അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.